നമുക്കിന്ന് പഴംപൊരി ഉണ്ടാക്കിയാലോ? എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ, എന്നാലും ഞാനും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? അതിൻ്റെ കൂടെ ബീഫും കൂട്ടി കഴിക്കണമെങ്കിൽ അപാര ടേസ്റ്റാട്ടാ. പക്ഷെ എൻ്റെ കയ്യിൽ ഇന്ന് ഉണ്ടായത് പിഗാണ്. അപ്പോൾ നമുക്കിനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ടാണ് 2 കപ്പ് എടുത്തത്. ഒരു 4 ആൾക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദ തന്നെ ധാരാളമായിരിക്കും കേട്ടോ. അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ പഴംപൊരി ആയാലും മധുരം വേണം, അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ഒരു 3 ടീസ്പൂൺ ഇട്ടുണ്ട് കേട്ടോ. പിള്ളേർക്ക് നല്ല മധുരം വേണം. ഇപ്പോൾ പഞ്ചസാര കഴിക്കാൻ പറ്റാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം അരിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴംപൊരി നല്ലൊന്ന് ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും നന്നായിട്ട് വരും. ഇവിടെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇട്ടുന്നുള്ളൂ. ഇനി നല്ലതുപോലെ എല്ലാ പൊടികളും എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസി ഇല്ലേ, അത്ര കട്ടി വേണ്ട, അതിനേക്കാൾ ഇത്തിരി കൂടി ലൂസായ രീതിയിലാണ് ഞാൻ ആക്കിയെടുത്തത് കേട്ടോ. കണ്ടില്ലേ ഈ ഒരു പരുവ്. ഇനി നമുക്ക് പഴം മുറിച്ച് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഇവിടെ ഇതുപോലെ പഴം കറുത്താലൊന്നും കുട്ടികൾ കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ പഴം വരി അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുത്താലേ അവർ കഴിക്കൂ. വെറുതെ വേസ്റ്റാക്കി കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നിങ്ങൾ പഴംപൊരി ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എന്ന് പറയണം കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടാ. ബീഫ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിച്ച് നോക്കിക്കോളൂ, പൊളിയാണ്. പിഗിനേക്കാളും ടേസ്റ്റ് ബീഫിനാണ് കേട്ടോ. അപ്പോൾ ശരി, അത്രേ ഉള്ളൂ.